നീണ്ട 2 മാസത്തെ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമാണ് റിസർച്ചിങ് ടീമിന് അവരുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞത്. ജാക്കറ്റോ പാൻസോ ഗ്ലൗസോ ഹെഡ്വെയറോ ഷൂസോ ഒന്നും തന്നെ ഇവർ ധരിച്ചിരുന്നില്ല. എന്നാൽ ഇവർ മരിച്ച സമയത്തുണ്ടായിരുന്ന ടെമ്പറേച്ചർ എന്നത് -30°C ആണ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർ വളരെ ചെറിയ ഷർട്ടും ചെറിയ ഒരു അണ്ടർവെയറും മാത്രം ധരിച്ചിട്ടുണ്ടായിരുന്നത്? ഇവരുടെ ബോഡി ടെൻറ്റിൽ നിന്നും ഇത്രയും ദൂരെ എന്താണ് ചെയ്യുന്നത്? ഇവരുടെ ടെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ സമയത്ത് ഇത് അകത്തു നിന്നും കീറപ്പെട്ട നിലയിലായിരുന്നു. അതായത് എന്തോ ഒരു ഇമർജൻസി മൂലം പെട്ടെന്ന് ഇവർക്ക് ടെൻറ്റ് കീറി പുറത്തിറങ്ങേണ്ട അവസ്ഥ വന്നു. എന്നാൽ അതിനുശേഷം ഇവരുടെ ഫുട് പ്രിൻ്റ് നോക്കുകയാണെങ്കിൽ അത് വളരെ പതിയെ മൂവ് ചെയ്യുന്ന ആളുകളുടെ പോലെയായിരുന്നു. കൂടാതെ ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയ ഫോട്ടോഗ്രാഫുകൾ മറ്റൊന്നാണ് പറയുന്നത്. 65 വർഷമായിട്ടും ഇന്ന് വരെ സോൾവ് ആക്കാൻ കഴിയാത്ത അൺസോൾവ്ഡ് മിസ്റ്ററിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ജനുവരി 23, 1959. ഹൈക്കിംഗ് ടീമിൽ ഏകദേശം 10 പേർ. ഇവർ റഷ്യയിലെ യൂറൽ മൗണ്ടനിലേക്ക് ക്ലൈംബ് ചെയ്യാനായി യാത്ര തിരിക്കുന്നു. ഇതിൽ 8 ആണുങ്ങളും 2 പെൺകുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇഗോർ ആയിരുന്നു ഇവരുടെ ടീം ക്യാപ്റ്റൻ. ഇദ്ദേഹം രജിസ്റ്ററിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി. ഹൈക്കിംഗ് ടീം വ്യത്യസ്ത രീതിയിൽ യാത്ര ചെയ്തു. ഏകദേശം ജനുവരി 28 ഇവരുടെ ടീം മെമ്പറായ യൂറിക്ക് പെട്ടെന്ന് ശാരീരിക അസ്വസ്ഥത മൂലം തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടായി. ആ ഒരു സമയത്ത് അവരിൽ 9 പേര് മാത്രമായി അവശേഷിച്ചു. ഇത് അവർ അവസാനമായി എടുത്ത ചിത്രങ്ങളായിരുന്നു. യൂറിക്ക് അറിയില്ലായിരുന്നു ഇത് തൻ്റെ കൂട്ടുകാരുടെ കൂടെ താൻ അവസാനമായി ചിലവഴിക്കുന്ന സമയമാണ് എന്ന്. കൂടാതെ അവർക്കും അറിയില്ലായിരുന്നു അവരുടെ ജീവിതത്തെ തന്നെ ഇളക്കി മറിക്കാൻ പോകുന്ന സംഭവമാണ് ഇനി അവരുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നത് എന്ന്. ഇതുവരെയുള്ള സമയത്ത് ഇവരുടെ ഫോട്ടോഗ്രാഫുകളിലും ഡയറികളിലുമുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിരുന്നു. പിന്നീട് ഫെബ്രുവരി 1 ഇവർ തങ്ങളുടെ ഡെസ്റ്റിനേഷൻ, അതായത് ദ മൗണ്ടെയിൻ ഓഫ് ഡെത്തിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. മൗണ്ടെയിൻ ഓഫ് ഡെത്തിൽ അവർ എത്തിച്ചേർന്ന വരെയുള്ള കാര്യങ്ങൾ ഇവരുടെ ഡയറിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിനുശേഷം എന്ത് സംഭവിച്ചു? 16 ദിവസത്തെ യാത്രയായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു 16 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ടെലിഗ്രാഫ് വഴി തങ്ങളുടെ ഫാമിലിയോട് തങ്ങളുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് പറയുമെന്നും ഇവർ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു 16 ദിവസം കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിരുന്നു. ഈ ഒരു സമയത്ത് ഇവരുടെ ഒരു വിധത്തിലുമുള്ള ഇൻഫർമേഷൻ ഫാമിലി മെമ്പേഴ്സിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒരു കൂട്ടം വോളണ്ടിയേഴ്സിനെ ഇവരെ കണ്ടെത്താൻ നിയമിച്ചിരുന്നു. ഇവർ ഒട്ടും വൈകാതെ തന്നെ, അതായത് 26 ഫെബ്രുവരിയിൽ തന്നെ ഇവരുടെ ടെൻറ്റ് കണ്ടെത്തുകയുണ്ടായി. ഈ ഒരു ടെൻറ്റിൽ എന്തോ വിചിത്രമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. കാരണം മഞ്ഞിൻ്റെ ഒരു ചെറിയ ലെയർ ഈ ഒരു ടെൻറ്റിൻ്റെ മുകളിലുണ്ടായിരുന്നു. കൂടാതെ ഇവരുടെ സാധനങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള കേടുപാടും ഉണ്ടായിരുന്നില്ല. അകത്തു നിന്ന് കത്തിവെച്ച് ഈ ഒരു ടെൻറ്റ് കീറിയിരിക്കുന്നു. എന്നാൽ ഇവരിങ്ങനെ ചെയ്യാനുള്ളതിൻ്റെ കാരണം എന്തായിരുന്നു? റീസർച്ചിങ് ടീമിന് തൊട്ടടുത്തായി തന്നെ കാൽപാദങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതായത് ഈ കാൽപാദങ്ങൾ വാലിയിൽ നിന്നും താഴേക്ക് പോകുന്ന രീതിയിലായിരുന്നു. എന്നാൽ വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം, ഇവർ വളരെ പെട്ടെന്നാണ് ടെൻറ്റ് പൊളിച്ച് പുറത്തിറങ്ങിയത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ വളരെ വേഗത്തിലാണ് താഴേക്ക് പോകേണ്ടിയിരുന്നത്. എന്നാൽ വളരെ നോർമലായി മാത്രമാണ് ഇവർ നടന്നുകൊണ്ടിരുന്നത്. ഇത് ഏകദേശം 500 മീറ്റർ വരെ പോയിരുന്നു. പിന്നീട് പെട്ടെന്ന് കാണാതായി. ചിലപ്പോൾ മഞ്ഞ് വന്ന് മൂടിയതിൻ്റെ ഫലമായി ഇവരുടെ കാൽപാദങ്ങളുടെ അടയാളങ്ങൾ മാഞ്ഞതാകാം. എന്നാൽ കുറച്ച് നടന്നതിന് ശേഷം ടീമിന് ഒരു ലൊക്കേഷൻ കണ്ടെത്താൻ കഴിഞ്ഞു. ദേവദാർ മരത്തിൻ്റെ തൊട്ടടുത്തായി ഇവർക്ക് ബോൺഫയറിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളും കൂടാതെ ടീം മെമ്പേഴ്സിൽ 2 പേരുടെ ഡെഡ് ബോഡിയും കണ്ടെത്താൻ കഴിഞ്ഞു. 2 മാസം സമയമെടുത്തായിരുന്നു റിസർച്ചിങ് ടീമിന് ഇവരുടെ 9 പേരുടെയും ബോഡി കണ്ടെത്താൻ സാധിച്ചത്. ജാക്കറ്റോ പാൻസോ ഗ്ലൗസോ ഹെഡ്വെയേഴ്സോ ഷൂസോ ഒന്നും തന്നെ ഇവർ ധരിച്ചിരുന്നില്ല. വളരെയധികം ചെറിയ തോതിൽ ഷർട്ടും അണ്ടർവെയറും മാത്രമായിരുന്നു ഇവർ ധരിച്ചിരുന്നത്. എന്നാൽ ഈ -30°C ഉള്ള ഈ ഒരു കാലാവസ്ഥയിൽ എന്ത് കാരണത്താലാകാം ഇവരുടെ ഡെഡ് ബോഡി ഇങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്?
നാം ദേവദാരു മരത്തിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മരത്തിൻ്റെ ശിഖരങ്ങളും തകർന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അതായത് ഇവർ രാത്രിയിൽ എന്തിനെയോ കണ്ട് പേടിച്ച് ഈ ഒരു മരത്തിൽ ക്ലൈംബ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ഇവരിൽ 3 പേരുടെ ഡെഡ് ബോഡി പിന്നീട് കണ്ടെത്താൻ സാധിച്ചു. ഇത് വളരെയധികം സ്ട്രേഞ്ച് ആയിരുന്നു. അതായത് ഇവർ ധരിച്ചിരുന്നത് ചൂടുള്ള വസ്ത്രങ്ങളായിരുന്നു. എന്നാൽ ഷൂസോ ഗ്ലൗസോ ഒന്നും തന്നെ ഇവരും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവരുടെ ഡെഡ് ബോഡി കിട്ടിയത് നേരെ ടെൻറ്റിലേക്ക് പോകുന്ന രീതിയിലായിരുന്നു. അതായത് വഴിയിൽ വെച്ച് ഇവർ മരിച്ചു വീണു എന്ന രീതിയിൽ. ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ ഇവർ 5 പേരുടെയും മരണം നടന്നിട്ടുള്ളത് ഹൈപ്പോതെർമിയ മൂലമായിരുന്നു. ഇത് മഞ്ഞ് അല്ലെങ്കിൽ തണുപ്പ് കൂടുതലായി അടിച്ച് നമ്മുടെ ശരീരത്തിലെ ചൂട് മുഴുവനായി ഇറങ്ങിപ്പോയി ഒരു വ്യക്തി മരിക്കുന്ന കണ്ടീഷനാണ്. ഇതുമൂലമാണ് ഇവർ 5 പേര് മരിച്ചത് എന്ന് പറയുന്നു. കൂടാതെ ബാക്കി 4 പേരുടെയും ഡെഡ് ബോഡി ലഭിച്ചത് ഇവിടെ നിന്നും 75 മീറ്റർ ദൂരെ ഒരു വാലിയുടെ അടിത്തട്ടിൽ നിന്നുമാണ്. ഇവരുടെ ദേഹത്ത്, അതായത് തലയും റിബ് കേജും നല്ല തോതിൽ തകർക്കപ്പെട്ടിരുന്നു. അതായത് ഇത് ഒരു മൃഗത്തിനോ മനുഷ്യനോ ഉണ്ടാക്കാൻ കഴിയുന്നതിലുമപ്പുറം ഡാമേജ് ആയിരുന്നു. ഡോക്ടർമാർ പറയുന്നത് ഇവർ വാലിയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണിട്ടുണ്ടാകും. ഈ ഒരു അവസ്ഥയിലായിരിക്കാം ഇവർ മരിച്ചിട്ടുണ്ടാവുക. കൂടാതെ ഇവരിൽ 2 പേരുടെ കണ്ണുകളും നാവുകളും ഇവരുടെ ശരീരത്തിൽ നിന്നും കാണുവാനുമില്ലായിരുന്നു. കൂടാതെ ഇവരിൽ 2 പേരുടെ ശരീരത്തു നിന്നും സെൻസസ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിൻ്റെ റിമൈൻസും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇവരെ കൊന്നതാണോ എന്നായിരുന്നു ആദ്യം ഡൗട്ടുണ്ടായിരുന്നത്. പിന്നീട് 28 മെയ്ക്ക് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് ആരും ഇവരെ കൊന്ന രീതിയിലുള്ള തെളിവുകളോ ഇവർ പരസ്പരം കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇവരുടെ കയ്യിൽ നിന്നും അവസാനമായി ഒരു ഇമേജ് ലഭിച്ചിരുന്നു. ഈ ഇമേജ് ഒട്ടും തന്നെ ക്ലിയർ ആയിരുന്നില്ല. ഇത് ലൈറ്റിൻ്റെ ഇമേജാണ് എന്നും അല്ലാതെ UFOയുടെ ഇമേജാണ് എന്നും റോക്കറ്റിൻ്റെ അല്ലെങ്കിൽ ആസ്ട്രോയിഡിൻ്റെ ഇമേജാണ് എന്നും പലരും പറയുകയുണ്ടായി. എന്താണെങ്കിൽ പോലും ഇത് ഇവരുടെ അടുത്ത് വന്ന് വീണിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഇത് ക്യാൻഡിൽ ലൈറ്റോ എമർജൻസി ലൈറ്റോ ആയിരുന്നിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഇവരുടെ അടുത്ത് വന്ന് വീണിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തു നിന്ന് തന്നെ ഈ ഒരു സാധനം നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. നമ്മളിപ്പോഴും കറങ്ങിത്തിരിഞ്ഞ് ആ ഒരു ചോദ്യത്തിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അതായത് എന്തായിരുന്നു ഇവരുടെ മരണത്തിന് കാരണമായത്? ഇവർ 9 പേരും എന്തുകൊണ്ടാണ് ഇങ്ങനെ മരിച്ചു കിടന്നത്? ഒരാൾ പോലും രക്ഷപ്പെടാതെ ടെൻറ്റിൽ നിന്നും ഇവർക്ക് ഇത്ര എമർജൻസിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരാവശ്യം എന്തായിരുന്നു? കൂടാതെ ഇവരുടെ ശരീരത്ത് ഒരു വിധത്തിലുമുള്ള തുണികൾ എന്തുകൊണ്ടായിരുന്നു ഇല്ലാതിരുന്നത്? ഇന്നേ വരെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. എന്നാൽ ഞാൻ നിങ്ങളോട് ഇനി പറയാൻ പോകുന്ന ഒരു തിയറി നമുക്ക് നോക്കാം. ഇത് പൂർണ്ണമായും ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇവർ ടെൻറ്റിൽ ആഹാരമുണ്ടാക്കുന്ന സമയത്ത് ടെൻറ്റിനുള്ളിൽ പുക നിറഞ്ഞിട്ടുണ്ടാകും. ഈ ഒരു പുകയിൽ നിന്നും രക്ഷപ്പെടാനായിരിക്കും ഇവർ ഈ ഒരു ടെൻറ്റ് കീറാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. കാരണം ഇവർ ആഹാരമുണ്ടാക്കിയതിൻ്റെ തെളിവുകൾ നമുക്ക് ഈ ടെൻറ്റിൽ നിന്നും ലഭ്യമാണ്. കൂടാതെ ചിലരുടെ ശരീരത്തു നിന്നും ചെറിയ തോതിൽ പൊള്ളലേറ്റതിൻ്റെ പാടുകളുമുണ്ട്. അതിനർത്ഥം ഇതിൻ്റെ ഉള്ളിൽ തീ പിടിച്ചിട്ടുണ്ടാകും എന്നാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവർ ടെൻറ്റ് മുഴുവനായും കീറി പുറത്തേക്ക് ഇറങ്ങിയത്. കൂടാതെ ചിലരുടെ ശരീരത്തു നിന്നും, അതായത് വായിൽ നിന്നും രക്തത്തിൻ്റെ അംശവും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അൺഫിൽട്ടേർഡ് എയർ ശ്വസിക്കുമ്പോൾ ചുമയുടെ കൂടെ രക്തം വരുന്നത് നോർമലാണ്. കൂടാതെ തന്നെ ഇവർ പുറത്തിറങ്ങിയതിനു ശേഷം മരത്തിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തു. കാരണം അവിടെ ഇവർക്ക് ഷെൽട്ടർ കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. ഇവർ ഒട്ടും താമസിയാതെ തന്നെ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. അതുകൂടാതെ ഇവർ അവിടെ ചെറിയ രീതിയിൽ ഫയർ ക്യാമ്പ് ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു കാര്യം ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതുമാണ്. അതുകൂടാതെ ഇതിൽ കൂടുതൽ വസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകൾ, അതായത് അവർ 4 പേരും മൗണ്ടെയിൻ വാലിയിലേക്ക് വിറക് തപ്പി പോയിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് മഞ്ഞുപാളികൾ ഇടിഞ്ഞു വരികയും അതിനെ തുടർന്ന് ഇവരുടെ മുകളിലേക്ക് അത് വീഴുകയും ഇവർ മൗണ്ടെയിനിൽ നിന്നും താഴേക്ക് വീണ് ഇവരുടെ തലയും കൂടാതെ റിബ് കേജും തകരുകയുമുണ്ടായി. കൂടാതെ തിരിച്ച് യാത്ര ചെയ്ത 3 പേർ വളരെ തണുപ്പായതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ച് തന്നെ മരിച്ചിട്ടുണ്ടാകും. കാരണം അവർ ഒട്ടും തന്നെ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ബാക്കി വരുന്ന 2 പേർ
വിറകില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവനായിട്ടും തീ കത്തിത്തീർന്നതിൻ്റെ ഫലമായി അവരും മരിച്ചിട്ടുണ്ടാകും. പിന്നെയുള്ള റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസ്. എങ്ങനെയാണെങ്കിലും എല്ലാ വസ്തുവിലും ചെറിയ തോതിൽ റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. കൂടാതെ ഇവരിൽ 2 പേർ ഇതിനു മുൻപ് ന്യൂക്ലിയർ ഫാക്കൽറ്റികളായി ജോലി ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ശരീരത്തിൽ അളവിൽ കൂടുതൽ ന്യൂക്ലിയർ സബ്സ്റ്റൻസ് കിട്ടുക നോർമൽ തന്നെയാണ്. അതുകൂടാതെ ഇവരുടെ ഈ ഒരു വസ്ത്രത്തിൽ നിന്നുമാണ് നമുക്ക് കൂടുതലായും റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസും ലഭിച്ചിട്ടുള്ളത്. പിന്നെ 2 പേരുടെ കണ്ണുകളും നാവും നഷ്ടമായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവർ ജീവന് വേണ്ടി പോരാടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ജീവിയുടെ ആക്രമണം മൂലമായിരിക്കും നടന്നിട്ടുണ്ടാവുക. ഇന്നേക്ക് 65 വർഷം ഈ ഒരു ഇവൻറ്റിന് കഴിഞ്ഞിരിക്കുകയാണ്. യൂറി മാത്രമായിരുന്നു ഈ ഒരു യാത്രയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 76-ാം വയസ്സിൽ ഇവരും നാച്ചുറലായി മരിക്കുകയുണ്ടായി. ഈ ഒരു ഇവൻറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുവാനും നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.